നമോ ഭഗവതേ വാസുദേവായ. ഓം ഗംഗണപതയേ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും ശ്രീമദ് നാരായണീയം പഠനത്തിലേക്ക് വീണ്ടും സ്വാഗതം. 5ാം ദശകത്തിലെ 7ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. പ്രപഞ്ചോൽപത്തിയിലെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ പഠിച്ചു വന്നു. എങ്ങനെയാണ് സത്വഗുണപ്രധാനമായിട്ടുള്ള വൈകാരികൻ, രജോ ഗുണപ്രധാനമായിട്ടുള്ള തൈജസൻ, അതുപോലെ തമോ ഗുണപ്രധാനമായിട്ടുള്ള താമസൻ എന്നീ അഹങ്കാരങ്ങളായിട്ട് പിരിയുന്നത് എന്ന് നമ്മൾ കണ്ടു. അതിൽ നിന്ന് എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ഉണ്ടാവുന്നത്, ദേവതകൾ ഉണ്ടായത് നമ്മൾ കണ്ടു. ഓരോ ഇന്ദ്രിയങ്ങൾക്കും അധിഷ്ഠാനമായിട്ടുള്ള ദേവതകൾ നമ്മൾ ഉണ്ടാവുന്നത് നമ്മൾ പഠിച്ചു. ഇനി ഭട്ടതിരിപ്പാട് നമുക്ക് പറഞ്ഞു തരുന്നത് ഇന്ദ്രിയങ്ങൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. നമുക്കതിലേക്ക് നോക്കാം. ശ്ലോകം ചൊല്ലാം, കേട്ടു നോക്കൂ. ഭൂമൻ മാനസബുദ്ധ്യഹംകൃതിമിളച്ചിത്താഖ്യവൃത്യന്വിതം തച്ചാന്തഃകരണം വിഭോ തവ ബലാത് സത്വാംശ ഏവാസൃജത് ജാതസ്തൈജസതോ ദശേന്ദ്രിയഗണഃ തത്താമസാംശാത് പുനഃ തന്മാത്രം നഭസോ മരുത്പുരപതേ ശബ്ദോ ജനിത്വദ്ബലാത്. പല വരികളും ചൊല്ലുന്ന സമയത്ത് പുസ്തകത്തിലുള്ളതിൽ നിന്ന് ഒന്ന് മുറിച്ചു ചൊല്ലുന്നത് നമുക്ക് ചൊല്ലി പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരുമിച്ച് ചൊല്ലുന്ന സമയത്ത് ചൊല്ലി കേൾക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാവും, അതുപോലെ ചൊല്ലി പഠിക്കുമ്പോഴും കുറച്ച് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ചില വരികൾ, വളരെ നീളത്തിലുള്ള വരികളൊന്ന് മുറിച്ച് പദച്ഛേദം ചെയ്തിട്ട് ഞാൻ പറയുന്നത്. പുസ്തകത്തിൽ അതുപോലെ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല, എന്നാലും ഒന്ന് ശ്രദ്ധിച്ച് അതുപോലെ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിച്ചോളൂ. എന്താണ് ഈ ശ്ലോകം പറയുന്നത്? ഭൂമൻ മാനസബുദ്ധി അഹംകൃതി മിളത് ചിത്താഖ്യവൃത്തി അന്വിതം തത് ച അന്ധഃകരണം വിഭോ തവ ബലാത്. ശ്രദ്ധിക്കും, നമുക്ക് പരിചയമുള്ള വാക്കുകളാണ് എല്ലാം. അപ്പോൾ ആ പദം മുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് പരിചയമുള്ള വാക്കുകൾ ശ്രദ്ധിച്ച് വെക്കുക. സത്വാംശ ഏവ അസൃജത് ജാതഃ തൈജസതോ ദശേന്ദ്രിയഗണഃ തത്താമസാംശാത് പുനഃ തന്മാത്രം നഭസഃ മരുത്പുരപതേ ശബ്ദഃ അജനി ത്വദ്ബലാത്. ത്വദ്ബലാത് എന്ന് 2 പ്രാവശ്യം നമ്മൾ കേട്ടു. നിന്ദ്രിയവടിയുടെ ബലത്താൽ എന്നാണ് പറയുന്നത്. ഭഗവാനെ, അങ്ങയുടെ ബലത്താലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. പിന്നെ 2-3 കാര്യം പറഞ്ഞിട്ടാണ് ഇവിടെ ഭഗവാനെ അഭിസംബോധന ചെയ്യുന്നത്. നോക്കൂ, ഭൂമൻ എന്ന് വിളിച്ചിട്ടുണ്ട്, വിഭോ എന്ന് വിളിച്ചിട്ടുണ്ട്, മരുത്പുരപതേ എന്ന് വിളിച്ചിട്ടുണ്ട്. മരുത്പുരപതേ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പ എന്നുള്ളതിൻ്റെ മറ്റൊരു ട്രാൻസ്ലേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. മരുത്പുരപതേ വിഭോ എന്ന് വിളിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. തവ ബലാത്, അങ്ങയുടെ ബലത്താൽ, അങ്ങയുടെ ആ ശക്തിയാൽ. സത്വാംശ ഏവ, സത്വാംശം എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ വൈകാരിക അഹങ്കാരത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സത്വാംശനായിട്ടുള്ള ആ വൈകാരിക അഹങ്കാരത്തന്നെ മാനസ ബുദ്ധി അഹംകൃതി മിളഃ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നിവ ചേർന്നിട്ടുള്ള ചിത്താഖ്യവൃത്തി, ചിത്തം എന്ന് പേരിട്ട് വിളിക്കപ്പെടുന്ന ആ വൃത്തിയും അന്വിതം ചേർന്നിട്ട്, അതിനോടുകൂടെ ചേർന്നിട്ടുള്ള തത് അന്ധകരണം ച,
ആ അന്ധകരണത്തെയും തത് അന്ധകരണം ച ആ അന്ധകരണത്തെയും അസൃജത്ത് സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ഹേ വിഭോ ഭൂമൻ, അങ്ങയുടെ ബലത്താൽ ആ സത്വഗുണപ്രധാനമായിട്ടുള്ള വൈകാരികനിൽ നിന്ന് തന്നെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നിവ ചേർന്നിട്ടുള്ള ചിത്തം എന്ന് വിളിക്കപ്പെടുന്ന വൃത്തിയോടുകൂടെ ചേർന്ന ആ അന്ധകരണവും സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അന്ധകരണം എന്ന് പറയുന്നത് ചിത്തം, മനസ്സ്, ബുദ്ധി, അഹങ്കാരവും കൂടെ ചേർന്നിട്ടുള്ള ചിത്തം, ആ വൃത്തിയും കൂടെ ചേർന്നിട്ടുള്ള അന്ധകരണം, അതാണ് ഈ സത്വഗുണപ്രധാനമായിട്ടുള്ള വൈകാരികനിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി എന്താ പറയാ, ജാതഃ തൈജസതഃ, തൈജസനിൽ നിന്ന്, തൈജസ് എന്ന് പറയുന്നത് രജോ ഗുണപ്രധാനമായിട്ടുള്ളതാണ്. അതിൽ നിന്ന് എന്താണ് ഉണ്ടായിരിക്കുന്നത്? ദശേന്ദ്രിയ ഗണങ്ങളും ജാതഃ ഉണ്ടായി, 10 ഇന്ദ്രിയ ഗണങ്ങളും ഉണ്ടായി. അപ്പൊ ആദ്യം നമ്മൾ ദേവതകളൊക്കെ പറഞ്ഞിരുന്നു. ഇവിടെ പറയാണ് ഇന്ദ്രിയ ഗണങ്ങൾ ഉണ്ടായിരിക്കുന്നത് തൈജസനിൽ നിന്നാണ്. 10 ഇന്ദ്രിയങ്ങളുണ്ട്, 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും കൂടെ ചേർന്നിട്ടുള്ള 10 ഇന്ദ്രിയങ്ങളും ഈ തൈജസനിൽ നിന്ന് ഉണ്ടായി എന്ന് പറയുന്നു. അതിനുശേഷം എന്താണ്? തത് താമസാംശാത്, ആ താമസ അംശനിൽ നിന്ന്, താമസനിൽ നിന്ന് പുനഃ തന്മാത്രം നഭസോ മരുത്പുരപതേ ഗുരുവായൂരപ്പ നഭസഃ തന്മാത്രം ശബ്ദഃ ത്വദ്ബലാത് അജനി, ആകാശത്തിൻ്റെ തന്മാത്രയായിട്ടുള്ള ശബ്ദവും അജനി, അതിൽ നിന്ന് ജനിച്ചു, അങ്ങയുടെ ബലത്താൽ, ഹേ ഗുരുവായൂരപ്പ അങ്ങയുടെ ബലത്താൽ ജനിച്ചു എന്ന് പറയുന്നു. തൈജസനിൽ നിന്ന് 10 ഇന്ദ്രിയങ്ങൾ ഉണ്ടാകുന്നു, സൃഷ്ടിക്കപ്പെടുന്നു. അതുപോലെ തന്നെ താമസനിൽ നിന്ന് എന്താണ് ഉണ്ടാവുന്നത്? ആകാശ തന്മാത്രയായിട്ടുള്ള ശബ്ദവും സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞു തരുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം തന്നെ ഭൂമൻ എന്ന് വിളിച്ചിട്ടാണ് ഭഗവാനെ അഭിസംബോധന ചെയ്തത്. ഭൂമൻ എന്ന് പറയുന്നത് ഭഗവാന്റെ വ്യാപ്തിയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ വാക്ക് ഭൂമൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. വിഭൂ എന്ന് വിളിക്കുന്ന എന്താ? വിഭൂ എന്ന് പറയുന്നത് ഭഗവാന്റെ ശക്തിയെക്കുറിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട്, പരിരക്ഷിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് വിഭോ എന്ന് വിളിച്ചിരിക്കുന്നത്. മരുത്പുരപതേ എന്ന് ഗുരുവായൂരപ്പ എന്നും വിളിച്ചിരിക്കുന്നു. അങ്ങനെ 3 വാക്കുകൾ ചേർത്തിട്ട് അഭിസംബോധന ചെയ്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ചിത്തം എന്ന് പറയുന്നതാണ്. ചിത്തം, മനസ്സ്, ബുദ്ധി, അഹങ്കാരമൊക്കെ ചേർന്നിട്ടുള്ളതാണ് ചിത്തം. അതൊക്കെ കൂടി ചേർന്നിട്ടുള്ളതാണ് അന്ധകരണം എന്ന് നമ്മൾ വിളിക്കുന്നത്. ആ അന്ധകരണം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ആ സത്വഗുണപ്രധാനമായിട്ടുള്ള വൈകാരികനിൽ നിന്നാണ്. അതുപോലെ 10 ഇന്ദ്രിയങ്ങളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് രജോ ഗുണപ്രധാനമായിട്ടുള്ള തൈജസനിൽ നിന്നാണ്. അതുപോലെ തന്നെ തമോ ഗുണപ്രധാനമായിട്ടുള്ള തമസനിൽ നിന്നാണ് ആകാശത്തിന്റെ തന്മാത്രയായിട്ടുള്ള ശബ്ദം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അത്രയാണ് നമുക്ക് ഈ ശ്ലോകത്തിൽ പറഞ്ഞു തരുന്നത്. ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ്? ത്വദ്ബലാത്, 2 പ്രാവശ്യം പറയാണ്. ഭഗവാനെ അങ്ങയുടെ ശക്തി കൊണ്ട് തന്നെയാണ്, നിന്തിരുവടിയുടെ ശക്തി കൊണ്ടാണ് ഭഗവാനെ ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇതൊക്കെയാണ് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് പുറത്തുള്ള വിഷയവസ്തുക്കളെ നമ്മളിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാത്തിനെയും ഇന്ദ്രിയങ്ങളെയാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഇത് 5 നമുക്കറിയാം ജ്ഞാനേന്ദ്രിയങ്ങൾ. ഇതിൽ കണ്ണ് എന്ന് പറയുന്ന പുറത്ത് കാണുന്നതിനല്ല ശരിക്കും നമ്മൾ ഇന്ദ്രിയം എന്ന് പറയുന്നത്. പുറത്ത് കാണുന്നതിൻ്റെ കൂടെ കണ്ണിലേക്ക് വെളിച്ചം വന്ന് വീണാൽ അത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ കാണുന്നു എന്നുള്ളൊരു പ്രതീതി നമുക്ക് ഉണ്ടാവണമല്ലോ. അതിനെയൊക്കെ കൂടെ ചേർത്തിട്ടാണ് പറയുന്നത്. ആ നമ്മുടെ കഴിവിനെ കൂടെ ചേർത്തിട്ടാണ് ഇന്ദ്രിയം എന്ന് പറയുന്നത്. ചെവി ഇവിടെ എങ്ങനെയുണ്ട്? അതിനുള്ളിലെ എല്ലാ സംഗതികളും പോയി അടഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും കേൾക്കില്ല. അപ്പോൾ പുറത്ത് കാണുന്നതിനെ അല്ല, അല്ലെങ്കിൽ മൂക്ക് എന്ന് പറയുന്നത് നമുക്ക് മണക്കാനുള്ള നമ്മുടെ ആ കഴിവിനെ കൂടെ ചേർത്തിട്ടാണ്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല, എല്ലാം അടങ്ങിയടിയിരിക്കുകയാണ്. അപ്പോൾ ആ ഇന്ദ്രിയങ്ങളൊക്കെ ഉറങ്ങുകയാണ്. അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്.
നമുക്കറിയാം അത് മനസ്സിലേക്ക് കൊണ്ടുപോകുന്നു. മനസ്സത് ബുദ്ധിയോട് ചർച്ച ചെയ്യും. നമുക്ക് തീരുമാനമെടുക്കാനുള്ള കഴിവ് നമുക്ക് തരുന്നത് ബുദ്ധിയാണ്. അഹങ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ഞാൻ എന്നുള്ള ഒരു ബോധമുണ്ട് നമ്മുടെ ഉള്ളിൽ. ഇതെന്നെ, എനിക്ക് എന്താണ് പ്രശ്നം ഉണ്ടാക്കുക എന്നൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. അതാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ചിത്തം എന്ന് പറയുന്നത് നമുക്ക് ഉള്ളിൽ പല പല കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ അതിനുള്ളിൽ നിന്ന് എടുക്കുക. നമ്മളൊരാളെ കണ്ട് സംസാരിക്കുമ്പോൾ അയാളും നമ്മളും തമ്മിലുള്ള മുൻകാല പരിചയം എന്നൊക്കെ പറയും, കുറേ കാലത്തിന് ശേഷം കാണുമ്പോഴും ഉള്ളിൽ നിന്ന്, ഓർമ്മയിൽ നിന്ന് അതിങ്ങനെ എടുക്കുകയാണ്. അതൊക്കെ കൂടി ചേർന്നിട്ടുള്ളതിനാണ് ചിത്തം എന്ന് പറയുന്നത്. ഇതിൽ ഉള്ളിൽ നടക്കുന്ന എല്ലാ പ്രോസസ്സിനെയും കൂടെ ചേർന്നിട്ട്, എല്ലാ കാര്യത്തിനെയും കൂടെ ചേർന്നിട്ട് നമ്മൾ അന്ധകരണം എന്ന് പറയും. അന്ധകരണം, ഉള്ളിൽ നടക്കുന്ന കരണങ്ങളാണ്. പുറത്ത് നടക്കുന്ന കർമ്മേന്ദ്രിയങ്ങൾ എന്തൊക്കെയാണ്? കൈ, കാല്, പിന്നെന്താണ് വാക്ക്. നമുക്ക് നാക്ക് എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ സംസാരിക്കാനുള്ള നമ്മുടെ ആ ഒരു ശേഷിയാണ് പറയുന്നത്. കാര്യങ്ങൾ ചെയ്യാനുള്ള നമ്മുടെ ശേഷിയാണ് പാണി എന്ന് പറയുന്നത്. പാദം എന്ന് പറയുന്നത് നടക്കാനുള്ള ശേഷിയാണ്. അതുപോലെ ഉപസ്ഥം എന്ന് പറയുന്നത് നമ്മുടെ പ്രത്യുൽപാദന ശേഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ വിസർജനവുമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങളാണ്, കർമ്മേന്ദ്രിയങ്ങളാണ് നമുക്കുള്ളത്. അപ്പൊ ഈ 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും ഉണ്ടായിരിക്കുന്നത് തൈജസനിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. ഇതാണ് ഈ ശ്ലോകം. നമ്മുടെ ആ ഒരു ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഈ ശ്ലോകം നമ്മളെ പ്രേരിപ്പിക്കട്ടെ. ഞാനൊന്ന് ശ്ലോകം ചൊല്ലിത്തരാം, നിങ്ങളൊന്ന് ഏറ്റു ചൊല്ലി നോക്കൂ. ഭൂമൻ മാനസബുദ്ധ്യഹങ്കൃതിമിളച്ചിത്താഖ്യവൃത്യന്വിതം ഭൂമൻ മാനസബുദ്ധ്യഹങ്കൃതിമിള ചിത്താഖ്യവൃത്യന്വിതം തച്ചാന്തഃകരണം വിഭോ തവ ബലാത് സത്വാംശ ഏവാസൃജത് ജാതസ്തൈജസതോ ദശേന്ദ്രിയഗണഃ തത്താമസാംശാത് പുനഃ തന്മാത്രം നഭസോ മരുത്പുരപദേ ശബ്ദോ ജനിത്വദ്ബലാത്. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സർവചരാചരങ്ങളും ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഹേ ഭഗവാനെ അങ്ങയുടെ ബലത്താലാണ്. ഓരോന്നും ഇങ്ങനെ എടുത്തു പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉണ്ടായിരിക്കുന്നത്, നമ്മളുണ്ടായിരിക്കുന്നത്, ഈ പറഞ്ഞ അഹങ്കാരം, ഞാനെന്ന ബോധം എല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഭഗവാനിൽ നിന്നാണ്. മരുത്പുരാധീശ്വര എന്ന് വിളിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ അതൊക്കെ തെളിഞ്ഞു വരണം. ഭഗവാന്റെ ആ ഒരു ഭാവം, ഭക്തി നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞ്, ഭഗവാനോടുള്ള ഭക്തി തെളിഞ്ഞു വരട്ടെ. നമ്മളെക്കുറിച്ച്, നമ്മുടെ ശരീരത്തെക്കുറിച്ച്, നമ്മുടെ മനസ്സിനെക്കുറിച്ച്, നമ്മുടെ ചിന്തകളെക്കുറിച്ച്, ഈ ഇന്ദ്രിയങ്ങളുടെ ഒക്കെ പ്രവർത്തനത്തെക്കുറിച്ച്, ഇതിനെയൊക്കെ എങ്ങനെ ഭഗവാൻ സ്വാധീനിച്ചു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാനുള്ള അവസരമായിട്ട് നമ്മൾ ഇത്തരം ശ്ലോകങ്ങളെ സമീപിക്കണം. അത് സഹായകരമാവട്ടെ. അത്രയാണ് പറയാനുള്ളത്. ഞാൻ വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. ആ അഹങ്കാരം, ഞാനെന്ന ബോധം, അത് നമ്മുടെ ഉള്ളിലുണ്ട്. അതിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത്. അത് അസ്തമിക്കുന്ന നിമിഷം ഇതൊന്നും ഇല്ലാതാകുന്നു. ശ്രദ്ധിക്കാം. ഞാൻ എന്നുള്ള എൻ്റെ ജീവാത്മാവ് ഇത് വിട്ടു പോകുന്ന നിമിഷം ഇത് ചെവി അല്ലാണ്ടാവാണ്, ഇത് മൂക്കല്ലാണ്ടാവാണ്, വെറുതെ ഒരു മാംസപിണ്ഡമാണ്. അതിന് കേൾക്കാൻ പറ്റില്ല, അതിന് ശ്വസിക്കാൻ പറ്റില്ല, അതിന് സംസാരിക്കാൻ പറ്റില്ല, അതിന് ഗന്ധമറിയാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, കാല് കൈ ഒന്നും പ്രവർത്തിക്കില്ല. അപ്പോൾ അതൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഇങ്ങനെ കിടക്കുന്ന ഒരു ശരീരം ആലോചിച്ച് നോക്കൂ. അതിനെല്ലാ അവയവങ്ങളും നമ്മൾ നോക്കുമ്പോഴുണ്ട്.
പക്ഷെ അതിനൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആ ഇന്ദ്രിയങ്ങളൊക്കെ ഇന്നോപ്പറേറ്റീവായിട്ട് അങ്ങനെ കിടക്കുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റാതെ കിടക്കുകയാണ്. ആ ജീവാത്മാവാണ് അതിനെല്ലാം കൊടുക്കുന്നത്, അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ചിന്ത വെച്ചിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ ഈ ശരീരവും മനസ്സും ബുദ്ധിയും അഹങ്കാരവും ഒക്കെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്താണ്. അടുത്ത ശ്ലോകവുമായിട്ട് വീണ്ടും പെട്ടെന്ന് തന്നെ ഒരു ദിവസം കാണാം. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ.